നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിനയനോ? നിന്റെ മാമൻ രാവിലെ വന്നപ്പോ പറഞ്ഞത് നീ ജോലിക്ക് പോയി തുടങ്ങിയതാണല്ലോ വിനയ. സത്യാമളി ചേച്ചി, സ്വന്തമായിട്ട് സർവീസ് സെന്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മൊബൈൽ സർവീസിംഗാ. ആളുകൾ പറയുന്നിടത്ത് പോയി ആ ജോലി ചെയ്ത് കൊടുക്കും. ഇവിടെ ആരും വിനയനെ സർവീസ് ചെയ്യാൻ വിളിച്ചിട്ടില്ലല്ലോ. ചീരുനെയും കുഞ്ഞുങ്ങളെയും കാണാനാണെങ്കിൽ ഇന്നിനി നടക്കില്ല വിനയ. ലംബോദരൻ അങ്കിള് വന്ന് പോയതിന്റെ സങ്കടം ചീരുന് ഇതുവരെ മാറിയിട്ടില്ല. അതിന് ഞാൻ ചീരുനി മക്കളെ കാണാൻ വന്നതല്ല ചേച്ചി. ഇപ്പൊ ഞാൻ വന്നത് അമ്പിളി ചേച്ചിയെ കാണാനാ. എന്നെ കാണാനോ? അതെ, എന്നെ ഇന്നൊരു പോലീസുകാരൻ വിളിച്ച് ഒരു ഫോൺ സർവീസ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. രഘുവേട്ടനൊക്കെ പരിചയമുള്ളൊരു പോലീസുകാരനാ. ആ പോലീസുകാരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? രഘുവേട്ടനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ? അതെ, അമ്പിളി ചേച്ചി രഘുവേട്ടനെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നീ കാര്യം പറ വിനയ. രഘുവേട്ടനെ കുറിച്ച് പോലീസുകാർ എന്താ പറഞ്ഞേ? അത് പിന്നെ കഴിഞ്ഞ ബുധനാഴ്ച രഘുവേട്ടൻ ചേച്ചി ചേച്ചി ഇയാളും തമ്മിൽ എന്തൊരു രഹസ്യം പറിച്ചില്? രഹസ്യമൊന്നുമല്ല ചേരു, നിനക്ക് വേണമെങ്കിൽ കേൾക്കാം. വേണ്ട, എവിടെന്നേലും എന്തെങ്കിലുമൊക്കെ കേട്ട് അത് പൊടിപ്പും തൊങ്ങലും വെച്ച് മറ്റൊരിടത്ത് പോയി പറയുന്ന നിങ്ങളുടെ ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട. ചേച്ചി വന്നേ. ഇയാളെ സൂക്ഷിക്കണമെന്ന് ദാസങ്ങൾ എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പരദൂഷണം പറഞ്ഞൊരു കുടുംബം തകർക്കാൻ? ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല. ഇറങ്ങിപ്പോയി വിടുന്നു. ഇനിയും മുറ്റത്ത് കണ്ടുവരുത് നിങ്ങളെ. ചേച്ചി വരുന്നുണ്ടോ? ചേച്ചി വാ. ഇങ്ങ് വരാൻ പറയാൻ വന്നു. അകത്ത് പോയി ചേച്ചി. ഏതായാലും അമ്പിളി ചേച്ചിയുടെ മനസ്സിലൊരു കനല് വീണ് കഴിഞ്ഞു. അതിന് പുകഞ്ഞോളൂ. തൽക്കാലം അത്ര മതി. ശരി സുകുമാരി, നിനക്കെങ്കിലും എന്നെ വിളിച്ചറിയിക്കാൻ തോന്നിയല്ലോ. ഞാൻ കരുതിയത് അവനും അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നോമിനേഷൻ കൊടുക്കാനായിരിക്കുന്ന. എന്റെ വാക്ക് അവൾ അംഗീകരിച്ചില്ല. അതിന്റെ ദേഷ്യം എനിക്കുണ്ടെന്ന് അങ്ങ് കൂട്ടിക്കോ. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോ വിശദമായിട്ട് പറയാം സുകുമാരി. ഇപ്പൊ നീ വെച്ചോ. ശരി. ഇന്ന് നോമിനേഷൻ കൊടുത്തില്ല അമ്മേ? ഇല്ലെന്നാ സുകുമാരി വിളിച്ചു പറഞ്ഞത്. അപ്പൊ അമ്മയുടെ വാക്ക് ഏട്ടനും ഏട്ടത്തെയും തള്ളിക്കളഞ്ഞില്ല. ഇത് അവരുടെ തീരുമാനമൊന്നും അല്ലടി, ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നത് നാളത്തേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഏട്ടനും ഏട്ടത്തി ഈ കാര്യം രാവിലെ അറിഞ്ഞു കാണുമല്ലോ. പിന്നെ അവരെങ്ങോട്ടായിരിക്കും പോയത്? അവളുടെ വീട്ടിൽ പോയതാവും, ആനന്ദം മാഷിന്റെ ഉപദേശം സ്വീകരിക്കാൻ. മാഷ് എന്തായാലും അമ്മയുടെ വാക്ക് ധിക്കരിക്കണമെന്ന് പറയാൻ സാധ്യതയില്ല. എടി, പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഇന്ദ്രനും അനുപമി എന്റെ വാക്ക് ധിക്കരിക്കണം. അതായി എനിക്ക് കാണേണ്ടത്. അമ്മ എന്തൊക്കെയോ മനസ്സിൽ കണ്ട ഇങ്ങനൊരു അംഗം കുറിച്ചെന്ന് എനിക്കറിയാം. 3-ാം തീയതിക്ക് മുമ്പ് നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥി തോറ്റുപോകുന്ന ഒരു ജോത്സ്യനും പ്രവചിക്കാൻ പോകുന്നില്ല. എടിയൊന്നും പതുക്കെ പറയടി. അകത്തൊരുത്തി കാതും കുറിപ്പിച്ചിരിപ്പുണ്ടാവും. എന്ത് കേട്ടാലും അത് കൃത്യമായിട്ട് അനുപമയുടെ കാതിൽ എത്തിച്ചു കൊടുക്കും. പ്രതിഭ മുറി കിടക്ക. അവൾക്ക് 2 ദിവസമായിട്ട് ക്ഷീണവും മനംപുരട്ടിലോ. ഗർഭിണിയായാലും അതൊക്കെ ഉണ്ടാവില്ലേ? മുറി കയറി കിടക്കുന്ന അതുകൊണ്ടൊന്നും അല്ല. സത്യനിവിടെ ഇല്ലല്ലോ, കോയമ്പത്തൂർക്ക് പോയിരിക്കുമല്ലേ. അതുകൊണ്ട് വീട്ടുജോലിയൊന്നും ചെയ്യണ്ടെന്ന് അവൾ അങ്ങ് തീരുമാനിച്ചു കാണും. അല്ല, സത്യന് എന്നൂരെന്നാ പറഞ്ഞിരിക്കുന്നേ?
2 ദിവസം അവിടെ നിൽക്കേണ്ടി വരുമെന്നല്ലേ പോകുമ്പോ പറഞ്ഞേ. ഓ ചിലപ്പോ നാളെ വരുമായിരിക്കും. സത്യേട്ടൻ തന്നെ അമ്മയോട് പറഞ്ഞേക്ക്. ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാം. ദാ അമ്മ, സത്യേട്ടനാ. ആ സത്യ, ആ ഞാൻ സോനെ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോയ കാര്യം എന്തായി മോനെ? ആണോ? ആ എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്തിട്ട് വന്നാ മതി. എന്തായാലും മെനക്കെട്ട് അവിടം വരെ പോയതല്ലേ, വീണ്ടും ഒരിക്കൽ കൂടി അവിടം വരെ പോകേണ്ടി വരുന്നതിലും നല്ലത് 2 ദിവസം കൂടി അവിടെ നിന്ന് പണിയൊക്കെ തീർത്തിട്ട് വരുന്നതല്ലേ. ആ ഇവിടുത്തെ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. പ്രതിഭയ്ക്ക് ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഗർഭം ഒരു രോഗമൊന്നും അല്ലല്ലോ. ആ ശരി ശരി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ വെച്ചോ. നീ എന്തിനടി കോയമ്പത്തൂർ കിടക്കുന്നവരോട് നിന്റെ ക്ഷീണവും തളർച്ചയൊക്കെ പറയുന്നത്? നിന്നെ ഞങ്ങളൊന്ന് നോക്കിയാ പോരെ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. സത്യേട്ടൻ അങ്ങനെ തോന്നിയത്. ഓ എങ്ങനെ തോന്നാതിരിക്കും? അത്രയ്ക്ക് ആവശ്യതയായതുപോലെ അല്ലേ നിന്റെ സംസാരം? മതി അമ്മേ. പ്രതിഭയ്ക്ക് ക്ഷീണമുള്ളോണ്ടായിരിക്കില്ലേ. ഓ നീ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. ആരാ മഞ്ചാടി? ദാസങ്ങളാ ചേച്ചി. നീ മക്കളുടെ അടുത്തേക്ക് ചെല്ലും മഞ്ചാടി. ആരും കണ്ടില്ലെങ്കിൽ അവര് ബഹളം ശരി വെക്കും. ചേച്ചി. ആ മഞ്ചാടി, മോളൊന്ന് കോളേജിൽ പോയില്ലേ? പോയിട്ട് വന്നേ ഉള്ളൂ അങ്കിളെ. ഉച്ചവരെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. മോള് അമ്പിളിയോട് കൊണ്ട് വരാൻ പറ. അല്ല അങ്കിള് കേറുന്നില്ലേ? ഇല്ല മോളെ, അമ്പിളിയോടൊരു കാര്യം പറഞ്ഞിട്ട് വേഗം പോണം. എന്താ അങ്കിള്? അയാള് ഓഫീസിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അവൻ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചങ്ങോട്ട് വന്നേയില്ല. പിന്നെ നമ്മുടെ അമ്പിളി രഘുവിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അമ്പിളി ഇങ്ങ് വന്നേ. എന്താ അമ്പിളി നിന്റെ ഉദ്ദേശം? രഘുവും ശബരി എങ്ങോട്ടാ പോയെന്നും എന്തിനാണ് പോയെന്നും നിനക്കറിയാവുന്നല്ലേ? അതെ, ഇതൊന്നും കുട്ടികളെയല്ല. ഒരു വലിയ ബിസിനസ് ഡീൽ ചെയ്യാൻ വേണ്ടി അവർ പോയിരിക്കുന്ന. അത് സക്സസ് ആവണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഭാര്യയായ നീ എന്താ ചെയ്തേ? ഞാനെന്ത് ചെയ്തങ്ങളെ? നീ ഒന്നും ചെയ്തില്ലേ? രഘുവിനെ വിളിച്ച് നീ എന്തൊക്കെ പറഞ്ഞേ?